ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാനിത് കാണിക്കാൻ പോകുന്നത് നമ്മൾ ലിപ്പിൽ അപ്ലൈ ചെയ്യാൻ പറ്റിയ നല്ലൊരു ലിപ് മാസ്ക് ആയിട്ടാണ് കേട്ടോ. ലിപ് മാസ്കിൻ്റെ മുമ്പ് നമ്മളൊന്ന് സ്ക്രബ് ചെയ്യുന്നത്, എന്നിട്ട് ഒരു നല്ലൊരു അടിപൊളി ലിപ് മാസ്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. നമ്മുടെ ചുണ്ടിൽ ഉണ്ടാവുന്ന പിഗ്മെൻറ്റേഷൻ അതേപോലെ ഡാർക്ക്നെസ് ഒക്കെ വേഗം ഒറ്റ യൂസ് തന്നെ മാറ്റി കിട്ടും കേട്ടോ. ഈ ഒരു ലിപ് മാസ്ക് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ആയതുകൊണ്ട് പ്രത്യേകിച്ച് നല്ല റിസൾട്ട് കിട്ടും കേട്ടോ. ഒറ്റ യൂസ് തന്നെ നിങ്ങൾ കണ്ടിന്യൂ ആയിട്ടൊരു 3-2 ഡേ യൂസാക്കി വന്നാൽ പെട്ടെന്ന് റിസൾട്ട് കിട്ടും. അതേപോലെ തന്നെ നമ്മൾ കണ്ടിന്യൂ ആയി യൂസ് ആക്കിയിട്ട് പോകണം കേട്ടോ. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ ലിപ്പിൽ ഉണ്ടാവുന്ന ഡാർക്ക്നെസ് കൂടുതലും വരാൻ സാധ്യത ഉള്ളത് നമ്മൾ ഉപയോഗിക്കുന്ന ലിപ് ബാമിൻ്റെയും അതേപോലെ ലിപ്സ്റ്റിക്കിൻ്റെയും പ്രശ്നമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ലിപ്സ്റ്റിക്ക് സെലക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു വില കുറഞ്ഞത് സെലക്ട് ചെയ്യാതെ, വില കുറഞ്ഞത് പറഞ്ഞാൽ കുഴപ്പമില്ല, ചിലവിൻ്റെ ചുണ്ടിൽ ഓക്കെ ആവും. പക്ഷേ അധികം നമുക്ക് അങ്ങനെയുള്ളത് ഏത് കെമിക്കലാണ് എന്താ യൂസ് ആക്കുന്നത് നമുക്ക് അറിയില്ലല്ലോ. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ ചുണ്ട് ഡാർക്ക് ആവാൻ സാധ്യത ഉണ്ട്. അപ്പോൾ വില നോക്കാതെ കുറച്ച് നല്ല ക്വാളിറ്റി ഇല്ലെങ്കിൽ നല്ലൊരു ബ്രാൻഡിന് യൂസ് ആക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത് കേട്ടോ. വേറെ ഒന്നുമില്ല, നമ്മുടെ ചുണ്ടിനുള്ള ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് തന്നെയാണ്. കുറഞ്ഞ പ്രൈസിലുള്ള ലിപ്സ്റ്റിക്കുകളൊക്കെ എന്ത് മായാണെന്ന് അറിയാത്തതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറയുന്നത് കേട്ടോ. അപ്പോൾ അത് മാത്രമല്ല, എൻ്റെ ചുണ്ട് ഭയങ്കര ഡാർക്ക്നെസ് ഉള്ള ഒരാളാണ് കേട്ടോ ഞാൻ. അത് വേറെ നല്ല ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്തിട്ടോ അങ്ങനെയൊന്നല്ല. നമുക്ക് ചെറുപ്പം തൊട്ട് എൻ്റെ ചുണ്ട് കുറച്ച് ഡാർക്ക് തന്നെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ആ ഒരു ഡാർക്ക്നെസ് നല്ല ഡാർക്ക് ഉണ്ടായിരുന്നു, അതൊന്ന് മാറ്റിയെടുത്തത് ഈ ഒരു പാക്ക് കൊണ്ടാണ് കേട്ടോ. നല്ല അടിപൊളി റിസൾട്ടാണ്. അതേപോലെ തന്നെ ഒരു ബ്രാൻഡിന്, അതായത് നമ്മൾ ഏതൊരു ലിപ്സ്റ്റിക്കാണ് യൂസ് ആക്കുന്നത്, ഏത് ബ്രാൻഡിൻ്റെ ലിപ്സ്റ്റിക്കാണ് യൂസ് ആക്കുന്നത്, അത് കണ്ടിന്യൂ ആയിട്ട് യൂസ് ആക്കിയിട്ട് പോകുക. കണ്ടിന്യൂ പറഞ്ഞാൽ അത് തന്നെ യൂസ് ആക്കുക കേട്ടോ. അല്ലാതെ വേറെ കാണുമ്പോൾ വേറെ എടുക്കാതെ, ഷെയ്ഡ് ഓക്കെയാണ് പക്ഷെ അല്ലാതെ വേറെ ബ്രാൻഡ് കാണുമ്പോൾ വേറെ എടുക്കാതെ ഒരേ ഒരു ബ്രാൻഡിനെ കണ്ടിന്യൂ ആയി യൂസ് ആക്കിയിട്ട് പോകുമ്പോൾ, നല്ലൊരു ബ്രാൻഡാണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ആ ഒരു ഇതിൽ തന്നെ അങ്ങനെ യൂസ് ആക്കിയിട്ട് പോകുമ്പോൾ കുറച്ചും കൂടി നല്ലതാവും കേട്ടോ. നമ്മുടെ ലിപ്പിനെ നമ്മൾ തന്നെ നന്നായി കെയർ ചെയ്യണം. കാരണം ഈ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് നമ്മുടെ ലിപ്പ് എന്ന് പറയുന്നത്. അതിൽ ആകെ ഒരു കുറച്ച് ഡ്രൈയും അതേപോലെ കുറച്ചൊന്ന് കട്ടി പറയണമെങ്കിൽ നമ്മുടെ മേലിൽ വരുന്ന സ്കിന്നുകളാണ്, മേലെ വരുന്ന ആ ഒരു തൊലിയാണ്, നമ്മുടെ ലിപ്പിൽ മേലെ വരുന്ന തൊലിയാണ് കുറച്ചും കൂടി ഡാർക്ക് ആക്കുന്നത്. അപ്പോൾ ഈ ഒരു പാക്ക് ഇട്ടാൽ അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു പാക്കിൽ നമ്മുടെ ചുണ്ടിൻ്റെ ആ ഡാർക്ക്നെസ് മാറുന്നത് തന്നെ നമ്മുടെ മുകളിലുള്ള ആ തൊലി ഭയങ്കര ഡാർക്കായിട്ടുണ്ടാവില്ലേ ചുണ്ടിൻ്റെ, അത് തന്നെ റിമൂവായി പോകും കേട്ടോ. ആ തൊലി തന്നെ റിമൂവായി പോയിട്ട് പെട്ടെന്ന് തന്നെ വേറൊരു ഒരു പിങ്കിഷ് കളറായിട്ട് മാറും നമ്മുടെ ലിപ്പ് ഇട്ട്. അത് നമ്മൾ യൂസ് ആക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. മസ്റ്റായിട്ടും സ്ക്രബ് യൂസ് ആക്കണം കേട്ടോ. സ്ക്രബ് ഉപയോഗിച്ചിട്ട് വേണം ലിപ്സ്റ്റിക്ക് ഉപയോഗിക്കാൻ, ലിപ്സ്റ്റിക് അല്ല മാസ്ക് ഉപയോഗിക്കാൻ, ലിപ്പ് മാസ്ക് ഉപയോഗിക്കാൻ. അപ്പോൾ ആദ്യം നമ്മൾ സ്ക്രബ് യൂസ് ആക്കിയിട്ട് ലിപ്പ് മാസ്ക് ഉപയോഗിക്കുന്നതായും കുറച്ചും കൂടി നല്ലത്. അപ്പോൾ എന്തിനും സ്ക്രബ്ബർ നല്ലതാണ് കേട്ടോ. ലിപ്പിനാണെങ്കിലും ഫേസിനാണെങ്കിലും ഒരു സ്ക്രബ്ബർ കൊടുത്തിട്ട് നമ്മൾ എന്തൊരു പാക്ക് ഇടുന്നതും കുറച്ചും കൂടി നല്ലതാണ്. നമ്മുടെ ഫേസിനാണെങ്കിലും ലിപ്പിനാണെങ്കിലും പെട്ടെന്ന് റിസൾട്ട് അറിയാൻ നല്ലൊരു, അതേപോലെ പെട്ടെന്ന് റിസൾട്ട് മാത്രമല്ല, നമുക്ക് ആ ഒരു നമ്മുടെ ഫേസിൽ ലിപ്പിൽ എന്തായാലും ഒരു ചളിയോ പൊടിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അല്ലെങ്കിൽ നമ്മുടെ ലിപ്പിലൊക്കെ ഫസ്റ്റ് ഒന്ന് യൂസ് ചെയ്യാത്ത ആൾക്കാരൊക്കെ ഉള്ള ഒരു ഇതായിരിക്കും ഫസ്റ്റ്. അപ്പോൾ അതൊക്കെ വേഗം ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് സ്ക്രബ്ബർ അടിപൊളിയാണ്. അപ്പോൾ സ്ക്രബ്ബർ നമ്മൾ യൂസ് ആക്കിയിട്ട് പാക്കുകൾ ഇടുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ സ്ക്രബ്ബർ ആദ്യം യൂസ് ആക്കുന്നത്. അപ്പോൾ ഞാൻ ഓവർ പറഞ്ഞിതാക്കുന്നില്ല, പെട്ടെന്ന് തന്നെ നമുക്ക് എങ്ങനെയാണ് യൂസ് ആക്കാൻ നോക്കാം കേട്ടോ. എങ്ങനെയാണ് ആ ഒരു ലിപ്പ് മാസ്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ നമുക്ക് വേഗം അതൊന്ന് കണ്ടിട്ട് വരാം. അപ്പം നമ്മൾ ആദ്യം തന്നെ ഒരു സ്ക്രബ്ബറാണ് കേട്ടോ, നമുക്ക് ലിപ്പിൽ അപ്ലൈ ചെയ്യാൻ പറ്റിയൊരു സ്ക്രബ്ബറാണ് കേട്ടോ കാണിക്കുന്നത്. അതിനാദ്യം വേണ്ടത് കോഫി പൗഡറാണ്, പിന്നെ വേണ്ടത് നമുക്ക് പഞ്ചസാരയാണ് കേട്ടോ. ഈ 2 ഇൻഗ്രീഡിയൻസ് മാത്രം മതി നല്ലൊരു അടിപൊളി സ്ക്രബ്ബറായിട്ട് നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഈ കോഫി പൗഡർ ഞാൻ ലിപ്പിൽ മാത്രം മതിയല്ലോ, അപ്പോൾ ആ ഒരു ക്വാണ്ടിറ്റിയിൽ കുറച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതേപോലെ കുറച്ച് പഞ്ചസാര എടുത്തിട്ടുണ്ട് കേട്ടോ. അതും നമുക്ക് ലിപ്പിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ക്വാണ്ടിറ്റിയിൽ മതി. എന്നിട്ട് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അതൊന്ന് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുക കേട്ടോ. ഓവർ ലൂസായിട്ടല്ല, എന്നാൽ കുറച്ച് കട്ടിയിൽ ഒരു ഇതുപോലെ നമുക്ക് ലിപ്പിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കുറച്ചൊന്നും തിക്നെസ്സിൽ നമുക്ക് മിക്സ് ആക്കി എടുക്കാം കേട്ടോ. എന്നിട്ട് ആ ഒരു സ്ക്രബ് നമുക്ക് ലിപ്പിൽ അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ട് സ്ക്രബ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ലിപ്പിൽ ലിപ് ബാം ഇട്ടിട്ടുണ്ടായിരുന്നു, നല്ല രീതിയിൽ തുടച്ച് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് തുടച്ചിട്ട് നമുക്ക് ഇത് ഡയറക്റ്റ് ലിപ്പിൽ അപ്ലൈ ചെയ്യാം കേട്ടോ.
അപ്പം ഞാൻ ഈ ഒരു കോഫി പൗഡർ ഉണ്ടല്ലോ, കോഫി പൗഡർ നമുക്ക് ഉള്ളിൽ കഴിക്കാൻ അത്ര നല്ലതല്ലെങ്കിലും പുറത്ത് നമ്മൾ ഫേസിലോ അല്ലെങ്കിൽ ലിപ്പിലൊക്കെ ഉപയോഗിക്കാൻ പാക്കുകളുടെ ഒപ്പം ഉപയോഗിക്കാനോ അല്ലെങ്കിൽ ഇങ്ങനെ സ്ക്രബ്ബറൊക്കെ ആയിട്ട് ഉപയോഗിക്കാൻ നല്ല അടിപൊളിയാണ് കേട്ടോ. നല്ല റിസൾട്ട് കിട്ടും, പെട്ടെന്ന് തന്നെ നല്ല റിസൾട്ട് കിട്ടും കോഫി പൗഡർ കേട്ടോ. അപ്പം ഞാൻ അതേപോലെ തന്നെയാണ് പഞ്ചസാര കേട്ടോ. സ്ക്രബിന് നല്ല അടിപൊളി കാര്യം ഈ പറഞ്ഞ പോലെ തന്നെ പെട്ടെന്ന് റിസൾട്ട് കിട്ടും കേട്ടോ. അപ്പം ഞാൻ ആ ഒരു സ്ക്രബ് എടുത്തതായിട്ട് തന്നെ ലിപ്പിൽ നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഓവറിട്ട് നല്ല സ്ക്രബ് ചെയ്യാതെ ചെറിയൊരു രീതിയിൽ മാത്രം ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. കാരണം നമ്മുടെ ലിപ്പ് ഭയങ്കര സോഫ്റ്റ് ആണല്ലോ, അപ്പോൾ ചെറിയ രീതിയിൽ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. കുറച്ച് അധികം നേരം സ്ക്രബ് ചെയ്ത് കൊടുത്താലും പ്രശ്നമൊന്നുമില്ല കേട്ടോ. അതേപോലെ തന്നെ നമ്മൾ ഡെയിലി ഇപ്പോൾ ഇല്ലെങ്കിൽ വീക്കിലി ഒന്നും ഒരു ലിപ്പ് മാസ്ക് ഇടാൻ താല്പര്യമില്ല അല്ലെങ്കിൽ നമുക്ക് സമയമില്ല എന്നൊക്കെ ഉള്ളവരാണെങ്കിൽ ഈ ഒരു സ്ക്രബ് മാത്രം യൂസ് ആക്കിയാലും കുഴപ്പമില്ല കേട്ടോ. ലിപ്പിന് നല്ലതാണ് സ്ക്രബ്ബർ. എല്ലാം കൊണ്ടും നമുക്ക് ലിപ്പിനാണെങ്കിലും ഫേസിനൊക്കെ ആണെങ്കിലും എവിടെ യൂസ് ചെയ്താലും നല്ലതാണ് കേട്ടോ. നമ്മുടെ ഫേസിലുണ്ടാവണ പൊടി അതേപോലെ ലിപ്പിലുണ്ടാവണ ആ ഒരു ഡാർക്ക്നെസ് പിഗ്മെൻറ്റേഷനൊക്കെ പെട്ടെന്ന് തന്നെ മാറിക്കിട്ടും കേട്ടോ. ഒരു പരിധി വരെ നല്ല രീതിയിൽ മാറിക്കിട്ടും ഈ ഒരു സ്ക്രബ്ബറും കൊണ്ട് കേട്ടോ. മാസ്ക് ഇടുമ്പോൾ കുറച്ചും കൂടി നല്ലതാണ്, പെട്ടെന്ന് തന്നെ ആ ഒരു റിസൾട്ട് അറിയാൻ പറ്റും കേട്ടോ. അപ്പോൾ സ്ക്രബ് ചെയ്ത് നന്നായിട്ട് തന്നെ നല്ല രീതിയിൽ തന്നെ സ്ക്രബ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് കുറച്ചധികം നേരം സ്ക്രബ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എത്രത്തോളം സ്ക്രബ് ചെയ്യണോ അത്രയും നല്ലതാണ്. പിന്നെ നമ്മൾ ഭയങ്കര ഓവർ ടൈറ്റ് നല്ല ഒരു ബലത്തിലല്ലോ ചെയ്യണത്. അപ്പോൾ ഇതാ ചെറുതായിട്ട് വായിലൊക്കെ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു റിയാക്ഷനൊക്കെയാണിത്. അപ്പോൾ കുഴപ്പമില്ല, നമ്മുടെ ചുണ്ടിന് വേണ്ടിയിട്ടല്ലേ, നല്ലതിനല്ലേ അല്ലേ. അപ്പോൾ അതൊന്നും സാരമാക്കരുത്, ഒക്കെ നമ്മൾ സഹിച്ചിട്ട് വല്ലാണ്ട് ചുണ്ട് തുറക്കാതെ അങ്ങനെ ഒന്ന് തേച്ചാൽ മതി കേട്ടോ. അപ്പോൾ വായിലൊന്നും ആവില്ല. ഇനി ഞാൻ എന്നിട്ട് ഡയറക്റ്റ് പോയി വാഷ് ചെയ്യാതെ ഒരു ക്ലോത്ത് വെച്ചിട്ട് തുടച്ച് കൊടുക്കുകയാണ് കേട്ടോ. ക്ലോത്ത് വെച്ചിട്ട് തുടച്ച് കൊടുക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി റിസൾട്ട് അറിയാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ ആ ഒരു സ്ക്രബ് യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ ചെറിയൊരു മാറ്റം നമുക്ക് ലിപ്പിൽ തോന്നുന്നുണ്ട്. ചെറിയൊരു പിങ്ക് കളറുണ്ട് എൻ്റെ ലിപ്പിൽ. എനിക്ക് നല്ല പിഗ്മെൻറ്റേഷൻ ഉള്ള ഒരാളാണ് കേട്ടോ. അപ്പോൾ പിന്നെ നമുക്ക് മാസ്ക് ഒന്ന് ഉണ്ടാക്കാൻ നോക്കാം കേട്ടോ. ലിപ്പിലുള്ള മാസ്ക് തയ്യാറാക്കാം. അതിനാകെ 2 ഇൻഗ്രീഡിയൻസാണ് വേണ്ടുള്ളൂ, മഞ്ഞൾപ്പൊടിയും പിന്നെ റോസ് വാട്ടർ കേട്ടോ. അപ്പോൾ ഞാനിവിടെ നമുക്ക് പൊടിപ്പിച്ച മഞ്ഞൾപ്പൊടിയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ്. കടയിൽ വാങ്ങുന്നത് യൂസ് ചെയ്യാതിരിക്കുകയായിരിക്കും നല്ലത് കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ പൊടിപ്പിച്ച പൊടി ഉണ്ടായിരുന്നില്ല, മഞ്ഞൾപ്പൊടി. അപ്പം നമ്മൾക്ക് ഫ്രഷായിട്ട് മഞ്ഞൾ ഉണ്ടായിരുന്നു കേട്ടോ, പച്ചമഞ്ഞൾ ഉണ്ടായിരുന്നു. അത് ഞാൻ അരച്ചെടുക്കുകയാണ് ചെയ്തത്. നമുക്ക് അത് ഉപയോഗിക്കാം കേട്ടോ, ഏത് വേണമെങ്കിൽ ഉപയോഗിക്കാം. പക്ഷേ കടയിലുള്ളതാകുമ്പോൾ നമുക്ക് അതിൽ കെമിക്കൽ എന്തൊക്കെ ആഡ് ചെയ്തിരിക്കണമെന്ന് അറിയില്ലല്ലോ. അത് മാത്രമല്ല നമുക്ക് ചുണ്ടിൽ ചിലപ്പോൾ സൈഡ് എഫക്റ്റോ കാര്യങ്ങളോ ഉണ്ടാവാൻ സാധ്യത ഉണ്ടെങ്കിലോ അത് വെച്ചിട്ടാണ് നമ്മൾ വീട്ടിലുള്ളത് ഉപയോഗിച്ചാൽ മതി പറയണത് കേട്ടോ. പച്ചമഞ്ഞളാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ്, നമുക്ക് അത്രയും നല്ലതാണ് പച്ചമഞ്ഞൾ അല്ലേ. അപ്പോൾ അതാകുമ്പോൾ കുറച്ചും കൂടി നല്ലതാണ്. അപ്പം ഞാൻ അതിൽ കുറച്ച് റോസ് വാട്ടർ നമുക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ഒരുപാട് ലൂസായിട്ടല്ല, നല്ല വെള്ളം പോലെയല്ല, എന്നാൽ ലിപ്പിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കുറച്ച് റോസ് വാട്ടർ മതി കേട്ടോ. അപ്പോൾ റോസ് വാട്ടർ കുറച്ചൊന്ന് ഒഴിച്ച് കൊടുത്തിട്ട് ഒരു മാസ്ക് പോലെ ലിപ്പിൽ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ. പച്ചമഞ്ഞൾ അരച്ചതായതുകൊണ്ട് ആദ്യം നമ്മുടെ ലിപ്പിൽ നിൽക്കുന്നുണ്ടായിരുന്നു, എന്നാലും കുഴപ്പമില്ല, നമുക്ക് വേറെ കാര്യങ്ങളൊന്നും വേറെ സൈഡ് എഫക്റ്റ് ഒന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ നമ്മൾ നല്ല രീതിയിലൊന്ന് കുറേ നേരം ഒന്ന് വെച്ച് പിടിപ്പിച്ചാൽ മതി കേട്ടോ. അപ്പം ഞാൻ നല്ല രീതിയിൽ തന്നെ ലിപ്പിൽ ഇങ്ങനെ നന്നായിട്ട് തന്നെ വെച്ച് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ച് നേരം നമുക്ക് സൈലൻ്റായിട്ടൊന്ന് ഉണങ്ങാൻ ഇരിക്കുക കേട്ടോ. അപ്പോൾ ലിപ്പ് കുറച്ച് നേരം ഒന്ന് ഡ്രൈ ആവാൻ ഇരിക്കുക. എന്നിട്ട് കുറച്ച് നേരം ഇരുന്നപ്പോൾ നന്നായി ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഡ്രൈ ആയി വന്നപ്പോൾ തന്നെ ഈ പറഞ്ഞ പോലെ വാഷ് ചെയ്യാതെ ഇങ്ങനെ ഒരു ക്ലോത്ത് വെച്ചിട്ട് തന്നെ ഒന്ന് തുടച്ച് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. തുടച്ച് കൊടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മാറ്റം മനസ്സിലാവാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. കാരണം നല്ല രീതിയിൽ തന്നെ ഒരു പിങ്ക് കളർ വരുന്നുണ്ട്, ആ ഒരു ഡാർക്ക്നെസ് പെട്ടെന്ന് തന്നെ ഒന്ന് റിമൂവായി പോയ പോലെ തോന്നുന്നുണ്ട് അല്ലേ. നല്ല രീതിയിൽ തന്നെ ഒരു പിങ്കിഷ് കളർ വരുന്നത് നമുക്ക് ഒറ്റ യൂസ് തന്നെ അത്യാവശ്യം റിസൾട്ട് അറിയാൻ പറ്റും. ഇത് കണ്ടിന്യൂ ആയി യൂസ് ചെയ്ത് പോയാൽ നല്ല റിസൾട്ടാണ് കേട്ടോ. ഒരു 1 വീക്കിന് നല്ല റിസൾട്ട് കിട്ടും, അത് ഉറപ്പാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ ഒരു പാക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, നല്ല റിസൾട്ട് കിട്ടുന്നതാണ്. നല്ല ഡാർക്ക്നെസ്സും പിഗ്മെൻറ്റേഷനും ഉള്ളവരാണെങ്കിൽ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കൂ, എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. നല്ല പിഗ്മെൻറ്റേഷൻ നല്ല കുറവുണ്ടാവും കേട്ടോ. അപ്പോൾ ഈ ഒരു പാക്ക് നിങ്ങൾ എന്തായാലും യൂസ് ചെയ്ത് നോക്കൂ. ഒരു പ്രാവശ്യം യൂസ് ചെയ്യുമ്പോഴായിരിക്കും അതിൻ്റെ റിസൾട്ട് അറിയുക കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് യൂസ് ചെയ്യുമോ. അപ്പോൾ ഞാൻ എന്തായാലും വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.